റോമർക്ക് എഴുതിയ ലേഖനം ബാറയ്ക്കുമോർ. ആഹായ്, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ലവരെയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനല്ലാതെ എന്താകും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിലും കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായതിനെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത ഒലിവമന് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ? കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുമെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നുവെന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒട്ടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവയെ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദൈവം ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നെ മുറിച്ചെടുത്ത സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തം ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ബാറയ്ക്കുമോ. And listen to the good news of the living words of God and the holy gospel of our Lord Jesus Christ that is being read to us. Barakumor, peace be unto you. The holy gospel of our Lord Jesus Christ, the life-giving proclamation from Saint Luke the Evangelist, who publishes the good news of life and salvation to the world. Now in the incarnation of our Lord and our God and our Savior Jesus Christ, the living Word of God, God who incarnated of the Holy Virgin Mary, these things thus come to pass in this manner. According to Saint Luke chapter 19, verses 28 through 40. When he had said this, he went on again going to Jerusalem. And it came to pass when he drew near to Bethphage and Bethany, at the mountain called Olive, that he sent two of his disciples, saying, Go into the village opposite you. Whereas you enter, you will find a colt tied, on which no one has ever sat. Loose it and bring it for me. And if anyone asks you, Why are you loosing it? Thus you shall say to him, Because the Lord has need of it. So those who were sent went their way and found him, just as he had said to them. But as they were, the owner of it said to him, Why are you losing the colt? And they said, The Lord has need of him. Then they brought him to Jesus, and then threw their own clothes on the colt, and they set Jesus on him. And as he went,
many spread their clothes on the road. Then as he was now drawing near the descent of the Mount Olive, the whole multitude of the disciples began to rejoice and praise God with a loud voice for all the mighty was they had seen, saying, Hosanna! നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. Blessed is he who comes in the name of the Lord. And blessed is the kingdom of our father David, which is coming. Hosanna in the highest. Hosanna. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ ഹോശാന. And some of the Pharisees called him from the crowd, Teacher, rebuke your disciples. But he answered and said to them, I tell you that if these should keep silent, the stone would immediately cry out. Peace be unto you.
കൈവിശാണ്. മത്സരത്തെ വിജയിച്ച പുണ്യവാനും ജേതാവുമായവര് വിശുദ്ധങ്ങളുമായ പെരുന്നാളുകളാൽ തന്റെ സഭയെ സന്തോഷിപ്പിച്ച വ്യാപാരം മൂലം അജ്ഞാന അന്ധകാരത്തെ ദൂരീകരിച്ച
ഉത്തമനും ദയാലുവായവന് ശുക്രമായ സ്തോത്രോച്ചാരണം നൽകിയ സഹായങ്ങളുടെ അപ്രമേയ സമുദ്രത്തിന് പ്രകാരം മനുഷ്യ അവതാരത്തിനായി ഇറങ്ങി വന്നപ്പോൾ സർവോപരിസ്ഥനായ ദൈവം ഒന്നാം സ്ഥിതിയിൽ നിന്ന് അകലാതിരുന്ന നീതിമാനും പുണ്യവാനുമായവന് പതനത്തിൽ നിന്ന് ഞങ്ങളുടെ വർദ്ധത്തെ ഉദ്ധരിച്ച യഥാർത്ഥ രക്ഷാപൂർവ്വന്റെ സ്നേഹിതന്മാരെ സ്വകീയമായ പ്രജ്ഞയാൽ ജ്വലിപ്പിക്കുന്ന ദഹിപ്പിക്കുന്നതും രൂപരഹിതവുമായ അഗ്നിയായവന് ദീർഘദർശിമാർ നീച്ച ഭൂസികളുടെ പ്രത്യാശയായവന് ശിശുക്കളെയും പൈതങ്ങളുടെയും വസിച്ചു ആ പകർത്തിയ പരിശുദ്ധനായവന് വ്യാപാരം മൂലം ഞങ്ങളെ ശ്രേഷ്ഠനാക്കുവാൻ വേണ്ടി തന്നെ ശ്രേഷ്ഠത കേട്ടുകൊണ്ട് അത് സംഭവിക്കാൻ ചെറിയവനായി തീർന്ന വലിയവന് ഞങ്ങളുടെ വംശത്തലവന്റെ കരുണാപുരസരം ക്ഷമിച്ചവരും കുറ്റക്കാരുടെ കടങ്ങൾ ക്ഷമിക്കുന്നവനുമായവന് അവന്റെ സ്തുതിയെ ശിശുക്കൾ വിസ്മയമായി മുഴക്കിയോ ആദർശ പിതാവിന്റെ മഹത്വവും സ്വരൂപവുമായവന് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവിനെ ശിക്ഷിക്കാതെ വിശുദ്ധായ എവങ്കേലിയോന്റെ ദൈവത്തിന്റെ ജീവനുള്ളവന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധമുള്ള എവങ്കേലിയോൻ ലോകത്തിന്റെ ജനന്റെ ജീവനുള്ള പ്രഘോഷകനായ പരിശുദ്ധനായ മർക്കോസ് എവങ്കേലിയസ് താഴ്ന്ന രക്ഷാസുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ ദേവാലയ പ്രവേശന കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. സമയമുള്ള ബഥാനിയം വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ അയക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ ആ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നയുടൻ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അടിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാ ഇത് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കെട്ടിയിരിക്കുന്നതായ കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അടിക്കവേ അവിടെ നിന്നവൾ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അടിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ യേശുവിന്റെ പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത വഴിയിൽ വിതറി. അവന് മുമ്പേയും പിൻപേയും പോയിക്കൊണ്ടിരുന്നവർ ഇപ്രകാരം ആർത്ത് വിളിച്ചു പറഞ്ഞു: വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സമാധാനം
വാഴ്ത്തപ്പെട്ടതാകുന്നു. നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഉശാന. യേശുനമ്പുരാൻ യെരൂശലേമിൽ ദേവാലയം പ്രവേശിച്ച് സർവ്വവും കണ്ടു. സന്ധ്യയായപ്പോൾ 12 പേരോടുകൂടെ ബെഥാനിയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥാനിയിൽ നിന്ന് പോരുമ്പോൾ അവന് വിശന്നു. ഇലകളുള്ള ആ ഒരു വൃക്ഷം ദൂരെ കണ്ടിട്ട് അത് വല്ലതും കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിനൊന്നും കണ്ടില്ല. എന്നാൽ അത് തീന്തപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട് നീക്കും ഒരുവരിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവൻ യെരൂശലേമിൽ ചെന്ന് യെരൂശലേം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ കൈവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളെ, പ്രാവുകളെ വെക്കുന്നവരുടെ വീടുകളെ മറിച്ചിട്ടു. ദേവാലയത്തിനകത്ത് കൂടി ഒരുവരും സാമാന്യം കടത്തിക്കൊണ്ടു പോകുവാൻ അവൻ സമ്മതിച്ചില്ല. അവർ ഉപദേശിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു, എന്റെ ഭവനം സകലജനങ്ങൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നിങ്ങളോ അതിനെ കലന്മാട് കുടിയാക്കി നിർത്തിയിരിക്കുന്നു. പ്രധാന ആചാര്യന്മാരും വേദപണ്ഡിതന്മാരും ഇത് കേട്ടിട്ട് അവനെ എങ്ങനെ കൊല്ലേണ്ടതെന്ന് ആരാഞ്ഞു. എന്നാൽ ജനങ്ങളെല്ലാം അവന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവർ അവനെ ഭയപ്പെട്ടിരുന്നു. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ, നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയാലോചിച്ചോലെന്ന് ഏറ്റുപറയുന്നു. ആകാശത്തിൽ ഒതുങ്ങാത്തവനായിരിക്കെ വിനയപൂർവ്വം കഴുതകെട്ടിയുടെ പുറത്ത് ഉപവിഷ്ടനായ ഞങ്ങളുടെ വിശ്വാസപരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസഹീനതയ്ക്കെതിരായി സമർത്ഥമായി സ്തുതിക്കപ്പെടത്തക്കവണ്ണം അവ്യക്തമായി സംസാരിക്കുന്ന നാളുകളെ സജ്ജീകരിച്ചവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിശുക്കൾ ദൈവത്തെ പോലെ സ്തുതിക്കുകയും ചെയ്തവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവനെ നമുക്കും കരങ്ങളിൽ ആഘോഷിക്കാം. Stop me.